നമ്മളോടൊക്കെ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളോട് നമ്മുടെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മുടെ പേര് എഴുതി. അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ അതിനേക്കാൾ അഭിമാനത്തോടെ അച്ഛൻ്റെ പേരെഴുതി. അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ അതിനും അഭിമാനത്തോടെ നമ്മൾ അമ്മയുടെ പേരെഴുതി. എന്നാൽ നരേന്ദ്രമോദിയെ ജയിപ്പിച്ച, സുരേഷ് ഗോപിയെ ജയിപ്പിച്ച BJP-ക്കാർക്ക് അച്ഛൻ്റെ കോളം എടുക്കുമ്പോൾ PQRST എന്നാണ് പേര്. അമ്മയുടെ പേരെഴുതാൻ പറയുമ്പോൾ കാച്ചാട്ടാത്താപ എന്നാണ് എഴുതുന്നത്. അങ്ങനെ PQRST അച്ഛന്, കാച്ചാട്ടാത്താപ അമ്മയിലുണ്ടായ കുറേ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് BJP-യുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപിയെ വരെ വിജയിപ്പിച്ചത് എന്നുള്ള ഏറ്റവും ഭീതിജനകമായ വാർത്ത പുറത്തേക്ക് വരികയാണ്. BJP-ക്കാർക്കിടയിൽ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം പലകുറി കേരളത്തോട് പറഞ്ഞതാണ്, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുകയാ എന്ന്. അന്നേരമൊന്നും നമ്മൾ വിശ്വസിച്ചില്ല. നമ്മൾ വിചാരിച്ചു അതുപോലെ ശ്രീ സുരേഷ് ഗോപി എന്തോ വിടുവായിത്തം പറയുന്നതാണ് എന്ന്. പക്ഷേ അദ്ദേഹം ആ കള്ളന്മാർക്കിടയിൽ ഏറ്റവും സത്യസന്ധനായ കള്ളനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്, ഞാൻ ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് എന്ന് നിരവധി തവണ സുരേഷ് ഗോപി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവി തൊട്ട് ഇന്ന് BJP-ക്കാർ കൈയാളുന്ന മുഴുവൻ പദവികളും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മോഷ്ടിച്ച് അവർ നേടിയ വിജയങ്ങളാണ്.